ജൻ ആന്തോളൻ ഡാഷ്ബോർഡ് എൻട്രി നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഈ ജൻ ആന്തോളൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ തന്നെ എല്ലാ അംഗൻവാടികളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നേ ദിവസങ്ങളിൽ തന്നെയാണ് നടത്തുന്നത്. അതെല്ലാം അവർ ഈ ലിങ്കിലൂടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ എൻട്രി ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മൾക്കും തുടരുന്നതിന് വേണ്ടി നമ്മൾക്കൊരു യൂസർ നെയിം പാസ്വേഡ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ യൂസർ നെയിം പാസ്വേഡ് ആ ലിങ്കിലൂടെ ടീച്ചേഴ്സ് എൻറ്റർ ചെയ്ത് ഈ പേജിലെത്തുന്നു. യൂസർ നെയിം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പ്രകാരം ഇത്തരത്തിലൊരു പേജ് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നതിന് യൂസർ നെയിം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്യണം. സ്മാൾ ലെറ്ററാണ് എല്ലാം. ഇത്രയും കൊടുത്തതിന് ശേഷം അണ്ടർസ്കോറാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ അടിവരയാണത്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഹൈഫൺ ആണ്, എന്നാൽ ഇവിടെ അണ്ടർസ്കോറാണ് നമ്മൾ പാസ്വേഡിലെ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈഫൺ അല്ല. അതിനുശേഷം നമ്മൾ കൊടുക്കുക AWC. അതിനുശേഷം നമ്മൾ ഹൈഫൺ ആണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ആ കോഡ് മുഴുവനായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ആൾ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പാസ്വേഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കേഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ആവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് അവിടെ പേസ്റ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. റിമെമ്പർ ബി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് റീ എൻ്റർ ചെയ്യേണ്ടതില്ല. അതിനുശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇങ്ങനെ ലോഗിൻ ആയതിനു ശേഷം നമ്മൾ അന്നന്നാൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇതിനകത്തേക്ക് രേഖപ്പെടുത്തി വിടേണ്ടത്. ഒരു ദിവസം ഒരു പ്രവർത്തനം മാത്രം നടത്തുക. അതായത് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചിത്രരചനയാണെങ്കിൽ ഇന്ന് ചിത്രരചനാ മത്സരം നടത്തിയതിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ ഫോണിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അത് സിംഗിൾ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ കൊളേഷ് ആക്കിയിട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നാളെ നടത്തുന്ന പരിപാടി എന്താണ് എന്നുള്ളത് കൃത്യമായി ആസൂത്രണം ചെയ്യുക. അത് ECC ആക്ടിവിറ്റിയിലെ ഏതെങ്കിലും ഒന്ന് പ്രകാരമാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്. അതിൽ ഏതാണ് നടത്തേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം നാളെ പരിപാടികൾ സംഘടിപ്പിച്ച് അതിൻ്റെ ഫോട്ടോസാണ് നാളെ നിങ്ങൾ എൻട്രി രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ പോഷൻ മായിൽ കാണുന്ന ഒരുപാട് ആക്ടിവിറ്റി തീമുകളൊന്നും ഇതിനകത്തില്ല. ആകെ 2 ആക്ടിവിറ്റികൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ആയത് നല്ല രീതിയിൽ നടത്തി കൃത്യമായി ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലേക്ക് എൻട്രി ചെയ്തു എന്നുള്ളത് ഉറപ്പാക്കണം.